എവിടുന്നാണ് ഈ ഐഡിയ ഒക്കെ വരുന്നത്? ക്ലൗഡ് കിച്ചൺ എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് കൂണും പോലെ മുളച്ചിരുന്ന സമയമാണ്. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കോവിഡ് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങിയത്. ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് പതുക്കെ താഴോട്ട് വന്നു തുടങ്ങി. ആളുകൾ പിന്നെയും റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു തുടങ്ങി. വലിയൊരു പ്രസ്ഥാനമായി വളർത്തണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സ്ഥലത്ത് ബിസിനസ് വളരെ കുറഞ്ഞു തുടങ്ങി. പിസ്സ അല്ലാതെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇറങ്ങി തിരിക്കുകയും ചെയ്തു. ഓവൻ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എൻ്റെ പിസ്സയുടെ കോൺസെപ്റ്റ് തന്നെ അതാണ്. അമ്മി പോട്ട് എന്നാണ് നമ്മളുടെ പിസ്സയുടെ പേര്. അമ്മി പോട്ട് എന്ന് വെച്ചാൽ അമ്മ പോട്ട് എന്ന് പറഞ്ഞ പോട്ടല്ല, പിസ്സ ഓൺ തവ എന്നാണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. സ്ട്രഗിളിംഗ് ഇല്ലാതെ ബിസിനസ് ഗ്രോ ചെയ്യില്ല. ഏതൊരു ബിസിനസ്സും സക്സസ് ആവണമെങ്കിൽ അവർ ആ പെയിൻ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അത്, അല്ലെങ്കിൽ അത് ആ പെയിൻ അവരനുഭവിച്ചില്ലെങ്കിൽ അത് ഗ്രോ ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പം ഇത് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂവിൽ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ നമ്മൾ സിനിമ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇൻ്റർവ്യൂസും കൂടി എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും കുറേ ആൾക്കാർ നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ത്രീകൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പലർക്കും പല പേടികളും ഉണ്ട്. എന്നാൽ ധൈര്യത്തോടുകൂടി ബിസിനസ് രംഗത്തേക്ക് വന്ന് സക്സസ് ആയ ഒരാളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ പിസ്സ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയും ഇതൊരു വിദേശ ഫുഡാണ്, ആ ഒരു വിദേശ ഫുഡ് സങ്കല്പമാണെന്നൊക്കെയാണ് പലരും പറയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സത്യം പറഞ്ഞാൽ പിസ്സ കഴിക്കാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ നമുക്ക് പറ്റിയതല്ല, അതൊക്കെ അങ്ങ് അവിടെയല്ലേ ടൗണിൽ പോയി കഴിക്കേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാ മലയാളികളുടെയും വീട്ടിലേക്ക് പിസ്സ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് വന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്. ഫ്രോസൺ പിസ്സ മലയാളികളെ പരിചയപ്പെടുത്തിയ ഒരാൾ, ഫ്രോസൺ പിസ്സ കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റിയ ഒരാൾ, എമ്മി പോട്ട് എന്ന് പറഞ്ഞ ഒരു പിസ്സ. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കൂടുതൽ ഇവിടെ തന്നെ നമുക്ക് ചോദിക്കാം. നമ്മുടെ സ്വന്തം റേന സഞ്ജയ് മേഡമാണ് നമ്മളോടൊപ്പം. മാം നമസ്കാരം. ഒരുപാട് സന്തോഷം എന്തായാലും കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ മുമ്പിൽ വന്നിരുന്നതിന്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എല്ലാവർക്കും ഈ പിസ്സ എന്ന് പറയുന്നൊരു ഭക്ഷണം എല്ലാവരിലേക്ക് എത്തിക്കണം. അത് നമുക്ക് ടൗണുകളിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും എല്ലാവരിലേക്ക് ഇത് എത്തിക്കണം. ആ ഒരു ഐഡിയ അത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. എന്തായാലും ആ ഐഡിയയും കൊണ്ട് വന്നതിന് ഒരുപാട് നന്ദി. എവിടുന്നാണ് ഈ ഐഡിയ ഒക്കെ വരുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ തോന്നിയത്? അല്ല, ഇത് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതായത് 2020 ഞാൻ ഈ പിസ്സ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാ സ്ത്രീകളെയും പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംരംഭം അല്ലെങ്കിൽ ഒരു ക്ലൗഡ് കിച്ചൺ എന്നുള്ളൊരു പാറ്റേണിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണിത്. അപ്പോൾ ക്ലൗഡ് കിച്ചൺ ആയിരുന്നു, എന്താ പറയുക, എല്ലാവരുടെയും ഇത് പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് കോവിഡിൻ്റെ ടൈമാണല്ലോ. ക്ലൗഡ് കിച്ചൺ എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് കൂണും പോലെ മുളച്ചിരുന്ന സമയമാണ്. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കോവിഡ് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങിയത്. അതായത് എന്താ പറയുക, ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് പതുക്കെ താഴോട്ട് വന്നു തുടങ്ങി. ആളുകൾ പിന്നെയും റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനമായി വളർത്തണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സ്ഥലത്ത് ബിസിനസ് വളരെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നീട് അതിൽ നിന്ന് മാറാൻ പറ്റാത്ത രീതിയിൽ ഞാനതിൽ ലോക്കായി. ഞാൻ എൻ്റെ ജോലിയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം റിസൈൻ ചെയ്തു. എനിക്കതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായി. പിസ്സ അല്ലാതെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. തിരിക്കുകയും ചെയ്തു. അപ്പോൾ പിസ്സയിൽ എന്ത്, അല്ലെങ്കിൽ പിസ്സയെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് നമ്മൾ നോക്കുമ്പം ഇപ്പം നമ്മൾ പറയുന്ന പോലെ പുറത്തൊരു ഷോപ്പ് ഇടണമെങ്കിൽ ആ സമയത്ത് അതിൻ്റേതായ എക്സ്പെൻസുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതും നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ എക്സ്പെൻസ് നമ്മളിതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെയും വേറൊരു എക്സ്പെൻസിലേക്ക് പോകാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വൈബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ തന്നെ എന്താണ് കൂടുതൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ പുറത്താണ് ഈ പിസ്സയെ ഫ്രോസൺ ഒരു സെഗ്മെൻറ്റിലേക്ക് മാറ്റാം
എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിനെനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരോട് അതിന് കടപ്പാടുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് നമ്മളൊന്ന് പതുക്കെ ട്രൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇല്ലാത്ത ഒരു സാധനമാണ്. പക്ഷേ അതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലുമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ എനിക്ക് തോന്നുന്നു 2-3 കമ്പനീസ് മാത്രമേ ഉള്ളൂ ഫ്രോസൺ പിസ്സ ഇന്ത്യയിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് എവിടെയൊക്കെ നമ്മൾ സപ്ലൈ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമ്മളൊരു ഔട്ട്ലെറ്റ് ഇട്ടിട്ട് അവിടെ മാത്രമായിരുന്നു? അല്ല, ഇത് 2020 സ്റ്റാർട്ട് ചെയ്യുന്നത് പാലാരിവട്ടത്ത് ഒരു ക്ലൗഡ് കിച്ചൺ ആയിട്ടാണ്. അത് ഇവിടെ നമ്മുടെ കൊച്ചി സിറ്റിയിൽ മാത്രം ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ സ്വിഗ്ഗി സൊമാറ്റോ ത്രൂ, പിന്നെ നമ്മൾക്കൊരു ഡെലിവറി ആപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ നാട്ടുകാരിലേക്ക് എത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫുഡ് പ്രൊഡക്റ്റ് എത്തിക്കുമ്പോൾ എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. ഇതിൻ്റെ ടേസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മളിത് എല്ലാവരിലേക്ക് എത്തിക്കുക? കാരണം ഓൾറെഡി നമ്മുടെ നാട്ടിൽ പിസ്സ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന 1-2 ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അതിലേക്കാണ് ആൾക്കാർ ആദ്യം ചിന്തിക്കുക. പിന്നെ ഒരു പുതിയത് ചൂസ് ചെയ്യണമെങ്കിൽ ആൾക്കാർ ആരായാലും നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരം പോകുന്നൊരു സ്ഥലത്ത് നിന്ന് ഒന്ന് മാറണമെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം. ആ പ്രത്യേകത എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? അത് ഉറപ്പായിട്ടും നമ്മളുടെ പിസ്സയ്ക്കുണ്ട്. അതായത് നമ്മളുടെ പിസ്സ എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് സ്റ്റോൺ ബേക്ക് വുഡ് ഫയർഡ് പിസ്സ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റ് ചെയ്തിരുന്നു. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓവൻ അത് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓവനാണ്. ഇപ്പം സാധാരണ ബ്രിക്ക് ഓവൻസ് ഒക്കെ ഇവിടെ ഇപ്പം ഒത്തിരി ഉണ്ട്. ആ സമയത്ത് ബ്രിക്ക് ഓവൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് കൊച്ചിയിൽ. എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ 1-2 സ്ഥലത്തൊക്കെ മാത്രമാണ് ബ്രിക്ക് ഓവൻസ് ഉള്ളത്. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ ഓവൻ ഉള്ളത്. നമ്മളുടെ ഓവൻ എന്ന് പറയുന്നത് ലാവ സ്റ്റോൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഓവനാണ്. ഈ ഓവനിൽ 1000 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഹീറ്റ് നമുക്ക് ഇൻസ്റ്റാൻറ്റ് ചെയ്യാം. അതായത് അപ്പോൾ ഒരു പിസ്സ കുക്ക് ചെയ്യാൻ നമുക്ക് ഒരു ലൈവ് പിസ്സ കുക്ക് ചെയ്യാൻ നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓവനാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓവൻ തന്നെയാണ് എന്നെ ഇന്ന് ഇന്ത്യൻ മെയ്ഡ് ആണോ? അല്ല, ഇന്ത്യൻ മെയ്ഡ് അല്ല, അത് ഇമ്പോർട്ടഡ് ഓവനാണ്. നല്ലൊരു റിസർച്ച് നടത്തിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. റിസർച്ച് നടത്തിയത് ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ഇതിൽ നമ്മളെല്ലാവരും കൂടിയാണ് റിസർച്ച് നടത്തിയത്. ഒരു സമയത്ത് ആയപ്പോഴേക്കുമാണ് ഞാനിതിൽ ഒറ്റയായി പോയത്. ഓക്കെ, ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ പിസ്സ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഹെൽത്തി ഭക്ഷണങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. ഷുഗർ കട്ട് തൊട്ട് അങ്ങനെ എല്ലാവരും സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ഡൗട്ടാണല്ലോ, ഇതൊരു ജങ്ക് ഫുഡ് ആണെന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റപ്പെട്ടിട്ടുണ്ടോ പിസ്സേനെ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ ആണ്. ജങ്ക് ഫുഡ് ആണോ? ജങ്ക് ഫുഡ് അല്ല സത്യം പറഞ്ഞാൽ പിസ്സ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻസ് ഇത്രയധികം പിസ്സ കഴിക്കത്തില്ലല്ലോ. ശരിക്കും ഫെർമെൻറ്റ് ചെയ്ത എല്ലാ ഫുഡും ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഫുഡ് ഹാബിറ്റ് തന്നെ ആലോചിച്ച് നോക്കി. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എന്താ? ദോശ, ഇഡ്ഡലി, അപ്പം, പിന്നെന്താണ് വട. പിന്നെ അത് കൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഭയങ്കര ഹെൽത്തിയാന്ന് പറയുന്നത് പഴങ്കഞ്ഞി വരെ. അപ്പം അതിന്റെ പിന്നിലുള്ള റിയാലിറ്റി എന്താന്ന് വെച്ചാൽ അത് ഫെർമെന്റേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. മാവരച്ച് വെക്കുന്നു, അല്ലെങ്കിൽ തലേ ദിവസം വെള്ളം ഇട്ട് വെക്കുന്നു, അല്ലെങ്കിൽ തൈര്, ഇതൊക്കെ ഫെർമെന്റേഷൻ നടക്കുന്ന ഫുഡുകളാണ്. പിസ്സ എന്ന് പറയുന്ന ഫുഡും ഫെർമെന്റേഷൻ ചെയ്ത് വരുന്ന ഫുഡാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡോവിനെ ഫെർമെൻറ്റേഷൻ നടത്തി. ഇപ്പം പുറത്തൊക്കെ ആണെങ്കിൽ ഫെർമെൻറ്റേഷൻ്റെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചാണ് അതിൻ്റെ കോസ്റ്റ് വരെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ ഫെർമെൻറ്റേഷൻ നടക്കുന്ന ഡോവിന് കൂടുതൽ കോസ്റ്റാണ് അവിടെയൊക്കെ. അപ്പോൾ ഈ പിസ്സ എന്ന് പറയുന്നത് ആ സെഗ്മെൻറ്റിൽ നോക്കിയാൽ തന്നെ ഹെൽത്തിയാണ്. ഓക്കെ, അത് ഇതേപോലെ തലേ ദിവസമല്ല, നമ്മൾ തലേ ദിവസവും ചെയ്ത് വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ മിനിമം 6 hours എങ്കിലും പിസ്സയെ ഫെർമെന്റേഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നാമത്തെ ഫാക്ടർ. പിന്നെ പിസ്സ ഹെൽത്തി ആക്കുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിസ്സ സോസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ടൊമാറ്റോ സോസ് നമ്മളിവിടെ ഫെമിലിയർ ആണ്. പക്ഷെ പിസ്സ സോസിൽ നമ്മൾ 6 തരം ഹെർബൽ ലീവ്സ് ആണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോയുടെ കൂടെ. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്താ പറയുക, ബേസിൽ ലീവ്സ്,
തൈമ്, സെലറി, ഇങ്ങനെയുള്ള പല ഹെർബൽ ലീവ്സുകൾ ആണ് നമ്മൾ ഇതിൻ്റെ സോസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇത്. പിന്നെ അത് കൂടാതെ ചീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മൾ പിസ്സയിൽ ആഡ് ചെയ്യുന്ന എല്ലാം പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഒലിവ്സ്, ഒണിയൻസ്, കളേർഡ് ക്യാപ്സിക്കം, പിന്നെന്താ പറയുക, ചിക്കൻ, മഷ്റൂം, അങ്ങനെയുള്ള പ്രീമിയം ആയിട്ടുള്ള കാറ്റഗറിയിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ഒരു സ്ലൈസ് നമ്മൾ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ആവശ്യത്തിനുള്ള പ്രോട്ടീനും എല്ലാം അതിനകത്ത് ഉണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പിസ്സേനെ ഒരു ജങ്ക് ഫുഡ് കാറ്റഗറിയിൽ പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ശരിയാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇപ്പൊ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇത്രയധികം നോക്കുമ്പോൾ എല്ലാം. ഈ സോസിന്റെ കാര്യം എനിക്ക് അതിന്റെ ആദ്യത്തെ അറിവാണ് കേട്ടത്. നമ്മൾ തുളസിയും എന്താ പറയാ, എന്തെന്നാ നമ്മളതിനെ പറയുന്നത്, നമ്മുടെ പനിക്കൂർക്ക, അതൊന്നും നമ്മള് നമ്മുടെ ഫുഡില് യൂസ് ചെയ്യാത്ത അതൊക്കെയാണ് നമ്മൾ ഇതില് സോസിലേക്ക് ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് പിസ്സയുടെ സോസുകൾക്ക് ഇത്രയും ഫ്ലേവേർഡ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞാൽ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്? അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ എന്താ പറയുക ഫുൾ പ്രോസസ്സ് കാണുന്ന ആൾ എന്നുള്ള രീതിയിൽ അതിനൊരിക്കലും ഒരു അൺഹെൽത്തി ഫുഡായിട്ട് എനിക്ക് പറയാൻ പറ്റും. മാം, ഇപ്പോൾ നമ്മൾ കുറേ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഒരുപാട് കഫേ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ കൂടിക്കഴിഞ്ഞാൽ ആദ്യം തീരുമാനിക്കുന്നത് ഒരു കഫേ തുടങ്ങാനാണ്. അപ്പോൾ ശരിക്കും ഈ പിസ്സയൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യാത്തത് അത് ഉണ്ടാക്കാൻ ഒരാൾ വേണം, അത്ര അറിവുള്ള ഒരാൾ വേണം. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇതിൻ്റെ ഇടയിലുണ്ട്. പക്ഷെ ആ ടൈമിലാണ് നമ്മളൊരു ഫ്രോസൺ പിസ്സ എന്നുള്ളൊരു ഐഡിയ വന്നേക്കുന്നത്. അപ്പം ഇപ്പം ഞാനൊരു കഫേ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അവിടെ പിസ്സ വേണമെന്നുണ്ടെങ്കിൽ മാമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാം ഈ ഫ്രോസൺ പിസ്സ അവിടെ എത്തിച്ചേരുമോ? പിന്നെന്താ, എത്തിച്ചേരും. അതാണല്ലോ നമ്മുടെ ജോലി. അതായത് അതാണ് നമ്മളുടെ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് വിത്തൗട്ട് ഷെഫ്, വിത്തൗട്ട് എനി അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു കഫേക്കോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്സിനോ അല്ലെങ്കിൽ ഇവൻറ്റ്സിനോ ഒക്കെ പിസ്സ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ ഇതേപോലെ കൊടുക്കുന്നുണ്ട്? ഒരുപാട് ക്ലയൻസ് ഉണ്ട് നമുക്ക്. ഇപ്പം പല തിയേറ്റേഴ്സ് ഉണ്ട്, പല സ്കൂൾ കോളേജ് ക്യാൻറ്റീൻസ് ഉണ്ട്, ഇവന്റുകൾക്ക് പലതും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് പുതിയ ന്യൂജൻ പല ഏരിയാസും ഉണ്ടല്ലോ നമ്മളുടെ ഇപ്പൊ ഡെലിവറി സിസ്റ്റംസ്, അതിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുപോലെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടിലാണെങ്കിലും ഒരു ഓവൻ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എൻ്റെ പിസ്സയുടെ കോൺസെപ്റ്റ് തന്നെ അതാണ്. അമ്മി പോട്ട് എന്നാണ് നമ്മളുടെ പിസ്സയുടെ പേര്. അമ്മി പോട്ട് എന്ന് വെച്ചാൽ അമ്മ പോട്ട് എന്ന് പറഞ്ഞ പോട്ടല്ല, പിസ്സ ഓൺ തവ എന്നാണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. അതാണ് എമ്മി പോട്ട് എന്ന് പറയുന്നത്, പിസ്സ ഓൺ തവ, POT. അപ്പോൾ എല്ലാവരും കുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ഒരു ഇപ്പം നമ്മൾ പിസ്സയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിസ്സയുടെ ചീസിനെ കാരമലൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എക്സാക്ട് ഫ്ലേവർ വരിക. പ്രത്യേകിച്ച് നമ്മളുടെ പിസ്സ എന്ന് പറയുന്നത് ഒരു ചീസ് ബ്ലെൻഡഡ് ചീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പം സാധാരണ പിസ്സയിൽ നമ്മളൊരു മൊസറല്ല ചീസ് മാത്രമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊരു പുള്ളിങ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് പകരം നമ്മൾ അതിൻ്റെ ടേസ്റ്റിനെ നോക്കുന്നുണ്ട്, അതിൻ്റെ സ്മെല്ലിനെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ബ്ലെൻഡഡ് ചീസാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചീസ് കാരമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം തവയിൽ ചെയ്യുമ്പം സാധാരണ കിട്ടില്ല. എപ്പോഴും നമ്മൾ ഓവൻ തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള രീതിയിൽ. ഇനിയിപ്പം ഒരു കുട്ടിക്ക് ഒരു പിസ്സ കഴിക്കണം, അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിലൊരു ഓവൻ കേടായിട്ടോ അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുക്ക് ചെയ്യാതിരിക്കേണ്ട ഓപ്ഷൻ ഇല്ല. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് തവയിൽ കുക്ക് ചെയ്യാം. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും എന്നാൽ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് നമുക്ക് പിസ്സ കിട്ടുകയും ചെയ്യാം. നമ്മളുടെ ഫ്രിഡ്ജിൽ ഇപ്പം പിസ്സ ഉണ്ടെങ്കിൽ ഏത് സമയത്തും, അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി അതല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു പിസ്സ നമുക്ക് ഇതിലുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു 3 to 4 മിനിറ്റ്സിൽ കുക്ക് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാം, ഒരു പ്രീമിയം ഒരു സെഗ്മെന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ എമ്മി പോട്ട് പിസ്സ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. എൻ്റെ ഇൻ്റർവ്യൂ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തോണ്ടിരിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് എൻ്റെ മുമ്പിൽ വരുന്നത്. വാടാ, കൊണ്ടുവാടാ. താങ്ക് യു. നല്ല രസമായിട്ടുണ്ട്.
കൊള്ളാം. ഇത് ബ്രാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞല്ല, കൊള്ളാം, രസമുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് ഒന്ന് ക്യാമറ കട്ടിയിട്ട് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഫ്രോസൺ പിസ്സ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും അല്ലേ? ഓ നൈസ്. ഇത് കുറച്ചുകൂടി ജ്യൂസിയാണ്. നമ്മൾ മറ്റ് പിസ്സേനെ പോലെ ഭയങ്കര ഡ്രൈ അല്ല, നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഓക്കെ, നമ്മൾ ബ്രാൻഡിങ് അതായിരിക്കും അല്ലെങ്കിൽ ഇടയിൽ. ഓക്കെ മാം. മാം ഒരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ ഈ കഫേസൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ കേരളത്തിലും ബാംഗ്ലൂർ ഇപ്പോൾ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. ഇനി ഇത് കുറച്ചും കൂടി നെക്സ്റ്റ് സ്കൈലിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ മാം. അതെ, ഇത് എവിടെയൊക്കെ എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത്? ഇല്ല, നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വരുന്നത് ഹ്യൂജ് വോളിയമാണ്. അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിലും നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്രാൻഡിലല്ല എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ബ്രാൻഡിനെ തന്നെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിങ് തന്നെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മുടേതല്ലാത്ത ഒരു ബ്രാൻഡിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? ഒരുപാട് ബ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. പലർക്കും നമ്മൾ വൈറ്റ് ലേബിളിംഗ് എന്ന് പറയാറില്ലേ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നു. ശരിക്കും ഇതൊരു ഫ്രാഞ്ചൈസി പോലെയല്ല, ഫ്രാഞ്ചൈസി ആണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതാണ്, ഫ്രാഞ്ചൈസി മോഡാണ്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം പല പ്രൊഡക്റ്റുകളുടെയും ഫ്രാഞ്ചൈസി ഫീസൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണല്ലോ. അപ്പോൾ അതേ പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടിങ് ഒരാൾ ആദ്യം വിചാരിക്കുന്ന ഒരു കഫേ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിനിമൽ കോസ്റ്റിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ആ തുടങ്ങുന്ന ആൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഷെഫ് ഇല്ലെങ്കിൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി പാറ്റേൺ. അതാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇതിപ്പോൾ ഒരു നെക്സ്റ്റ് സ്കെയിലിലേക്ക് പോകുമ്പോൾ ഇപ്പം മാം മാത്രമാണ് ഇതിൻ്റെ തലപ്പത്ത്, അതായത് ഇതിൻ്റെ അമരക്കാരി എന്ന് പറയാം. മാം ചിലപ്പോൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ശ്രീശാന്ത്. അതായത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് അത്രയും ഹ്യൂജ് മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയില്ലേ, ചെറിയൊരു പ്രൊഡക്റ്റിനെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്കെയിലപ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇത് നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ടൈപ്പാണ് ഈ ടൈപ്പ് ഓഫ് ഫുഡുകൾ. കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പം ഈ IT ഫീൽഡിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള യങ്സ്റ്റേഴ്സ്, ഇവരൊന്നും പണ്ടത്തെ മാതിരി ചോറ് കറികളൊക്കെ ഇട്ട് കഴിച്ച് അങ്ങനെ ഒരു പാറ്റേൺ അല്ലല്ലോ. എല്ലാവരും ഈസി ആയിട്ട് എന്താണ് കിട്ടുന്നത്, ഈസി ആയിട്ട് കഴിച്ചിട്ട് ഒരു ടിഷ്യൂവിൽ കൈ തുടച്ച് പോകുന്ന ഒരു പാറ്റേൺ. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലൊക്കെ ഇത്രയധികം വോളിയം ബിസിനസ് നടക്കാനുള്ള റീസൺ അതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി ഇങ്ങനെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പല ഓഫീസുകളിലും ഇത് വാങ്ങിച്ച് കീപ്പ് ചെയ്യുന്നു. ഇപ്പം 10 minute ഡെലിവറി സിസ്റ്റം ഉണ്ട് ബാംഗ്ലൂരിലൊക്കെ, അത് ഭയങ്കര ഫെമിലിയർ. അവിടെ എല്ലാം ഒരു 3 മിനിറ്റ് കൊണ്ട് സാധനം കുക്ക് ചെയ്ത് ഒരു 7 മിനിറ്റ് കൊണ്ട് അവർ ഡെലിവറി ചെയ്ത സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ലഞ്ചോ അല്ലെങ്കിൽ ഒരു ഡിന്നറോ ഒക്കെ ഫുൾഫിൽ ആവുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം നമുക്കൊരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ മാത്രം ആളുകളില്ല. പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ചാലും ആ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, ഉണ്ട്. എനിക്ക് നമ്മൾക്കിപ്പം എന്താ പറയുക, ഓർഡർ ഫില്ല് ചെയ്യാൻ പറ്റാത്ത അത്രയും ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്? എന്താണ് ഒരു പ്ലാൻ തന്നെയാണ്? പിന്നെ ഉറപ്പായിട്ടും പ്ലാൻ. അതായത് നമ്മളിപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ പാറ്റേൺ, അതല്ലെങ്കിൽ ഇതേ ഒതന്റിസിറ്റി, ഇതേ സിസ്റ്റം ഫോളോ ചെയ്ത് നമുക്ക് ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാന്റ് ചെയ്ത് അതിനകത്ത് മാക്സിമം വോളിയം എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ. നമ്മൾ അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു തരത്തിലും നമ്മൾ ഇപ്പം എനിക്ക് തന്ന ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും എനിക്ക് തന്ന ഹൈലൈറ്റ്. അതിന് കോംപ്രമൈസ് ചെയ്യാതെ. ഇപ്പോൾ പല പേരുകളിലും നമ്മുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഓൺ പേരിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതും മാത്രമല്ല കേരളത്തിലും ബാംഗ്ലൂരും മാത്രമല്ല, ഇന്ത്യയിലോ അല്ലെങ്കിൽ വേൾഡ് വൈഡോ നമ്മൾ എത്തിക്കാൻ നോക്കുക. ഓക്കെ, എന്തായാലും എത്രയും പെട്ടെന്ന് ഇതെല്ലാം നടക്കും. ഇവിടം വരെ എത്തിയില്ലേ? ഒരു 6 വർഷം കൊണ്ടാണ് മാം ഇവിടെ എത്തി നിൽക്കുന്നത്.
ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്തൊരു ബിസിനസ്സും തുടക്കത്തിൽ നമ്മളൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പോഴായിരിക്കും ചിലപ്പോൾ പലരും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ താൽക്കാലികമായിട്ടൊക്കെ ഒരു ഒഴിഞ്ഞു മാറിയതും. അങ്ങനെയല്ല, ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ട്രഗ്ലിംഗ് ഇല്ലാതെ ബിസിനസ് ഗ്രോ ചെയ്യില്ല. സ്ട്രഗ്ലിംഗ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക. അതില്ലാതെ ഒരു ബിസിനസ്സും ഗ്രോ ചെയ്യില്ല എന്നുള്ളത് ആ സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നതാണ്. അപ്പം അതിനിപ്പം ഭയങ്കര ഒരു ഹൈലൈറ്റ് ചെയ്ത് ഞാൻ മാത്രം പറയുന്നതിൽ കാര്യമില്ല. അത് ഇതിൻ്റെ കൂടെയുള്ളതാണ്. ഏതൊരു ബിസിനസ്സും സക്സസ് ആവണമെങ്കിൽ അവർ ആ പെയിൻ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അത്, അല്ലെങ്കിൽ അത് ആ പെയിൻ അവരനുഭവിച്ചില്ലെങ്കിൽ അത് ഗ്രോ ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. നമുക്കൊരിക്കലും അതിനെ വിട്ടുകളയാൻ പറ്റാത്തത്രത്തോളം നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആയി പോകും. ഈ ഒരു പെയിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും അത് നമ്മുടെ ലൈഫിൽ അത്രയും ചേർന്ന് വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പല പ്രൊഡക്റ്റുകളും ഞാൻ ഇപ്പം ശ്രീശാന്തിൻ്റെ തന്നെയാണെങ്കിൽ പല ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അത് തന്നെയല്ലേ, അവർ ആ പ്രൊഡക്റ്റിൽ അത്രയും സിങ്ക് ആവുന്നത് ആ ഒരു പെയിനും ആ ഒരു സ്ട്രഗിളും ഒക്കെ കടന്നു പോകും. അതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് വരുമ്പോഴാണ് അവരുടെ സന്തോഷവും അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ വരുന്നത്. അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തുടക്ക ടൈമിൽ വന്നപ്പോൾ മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി എങ്ങനെയാണ് മാമിന് കിട്ടിയത്? കാരണം പലരും നിർത്തിപ്പോകുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ്. എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഉണ്ടായിരുന്ന ജോലിയെ കളഞ്ഞു. ആദ്യം നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ മുതലാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇനി അടുത്തത് എന്താണെന്ന് ആലോചിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നാണ്. എന്താ പറയുക, വേറെ ഓപ്ഷൻ ഇല്ല മുന്നിൽ. ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇഷ്ടംപോലെ എന്താ പറയുക, പറയാനാണെങ്കിൽ ഇന്ന് മുഴുവൻ പറയാനുള്ള അത്രയും അനുഭവിച്ചിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്താ വെച്ചാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തോട്ട് വന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ പീരീഡിന് നമ്മൾ എന്താ പറയുക, പെയിനോട് കൂടിയാണെങ്കിലും നമ്മൾ ഓവർകം ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഹോട്ട് സീറ്റിൽ എത്തിയിരിക്കുന്നു. ഒരു അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കേട്ടാ, നമ്മൾ ഇപ്പോൾ സ്ഥാപനം തുടങ്ങിയപ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ കസ്റ്റമറും നമുക്ക് വേണ്ടപ്പെട്ടാണ്. ആദ്യം വരുന്ന ഓരോരുത്തരും വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരിക. മാമിൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടൊരു ഹ്യൂജ് ഓർഡർ കിട്ടിയത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും അത് തന്നെയാണ് ഇപ്പം എന്നെ ഇവിടെ ഇരിക്കാനുള്ള കാരണം. അവർ തന്നെയാണ്. അത് റിവീൽ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതൊരു കോർപ്പറേറ്റ് ആണ്. എന്താ പറയുക, അവരുടെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു ഞാൻ ചീസ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ബ്രാൻഡിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്താന്ന് വെച്ചാൽ ആ കമ്പനി എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എന്നാലും ഞാനത് ആ പേര് റിവീൽ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, അപ്പം അവർ തന്നെയാണ് എനിക്ക് ചീസ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്, ബൾക്കായിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കറിയില്ല ഇവരുടെ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇവർ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എടുക്കുന്നതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അവരെ മീറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഹെഡ്, കേരള ഹെഡ് ഞാൻ കാണാൻ ഒരവസരം എനിക്കുണ്ടായി. അപ്പം അങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിനെ ഒന്ന് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ അവർ ചോദിച്ചോ നമ്മുടെ അടുത്ത് എന്തിനാണ് ഈ? ഉറപ്പായിട്ട് ചോദിച്ചു, ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഒരു സാമ്പിൾ നമ്മളുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് ചെയ്തേ. നമ്മൾ ആ സാമ്പിൾ അവിടേക്ക് പ്രസൻറ്റ് ചെയ്തു. അപ്പോഴും എനിക്കറിയില്ല ഈ സാമ്പിൾ അവർ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. പക്ഷെ പിന്നീട് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുകയും ഞാൻ ആ കമ്പനി വിസിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുന്നത് ഒരു ഹ്യൂജ് വോളിയം ഓർഡറുമായിട്ടാണ്. അവിടെ നിന്ന് ആ ജേർണി അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രാൻഡിന് ഓൾറെഡി പിസ്സ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആ ഓർഡർ കിട്ടിയതിന് ശേഷം ആ ബ്രാൻഡിന് കൊടുക്കുന്നത് നമ്മളാണ്. നമ്മുടെ പിസ്സയാണ് അവരുടെ സ്റ്റിക്കറിൽ പോകുന്നത്. അതെ, അത് ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അവർ ഇന്റർനാഷണലി അവർ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളാണ്. ഓ മൈ ഗോഡ്. പലരും കഴിക്കുന്നുണ്ടാവും ആ പിസ്സ, പലരും കഴിക്കുന്ന, പക്ഷെ അവർക്ക് അറിയില്ല ഇത് എവിടെ നിന്നാണല്ലേ. ഓക്കെ, എല്ലാം അറിയും, ഒരു ദിവസം അറിയുന്നൊരു ദിവസം വരുന്നുണ്ട്. ഓക്കെ മാം, അവിടുന്ന് പിന്നെ നമ്മൾ തുടങ്ങി, പിന്നെ തിരക്കുകളായി, പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാംഗ്ലൂർ ഓണായത്. അതെ, ബാംഗ്ലൂർ ഓണായത് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്.
ഓക്കെ മാം. ഇപ്പം നമ്മൾ ഫ്യൂച്ചർ പ്ലാനാണ് അവിടെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് കേരള മാർക്കറ്റിനേക്കാളും കൂടുതൽ എനിക്ക് അവിടെ നിന്ന് ഓർഡർ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നുള്ളൂ. പക്ഷെ അത് ഇങ്ങനെ അത് ഒരു തീരുമാനത്തിലായിട്ടില്ല. ഓക്കെ. നമ്മൾ ജനിച്ചിട്ട് നമ്മളിവിടുന്ന് ഇനിയിപ്പോൾ ഒരു കാലത്ത് നമ്മൾ എല്ലാം വിട്ട് പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സൈൻ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സൈനാണ് മാം കൂടിയിട്ടാണ് ഈ പിസ്സ, ഒരു ഫ്രോസൺ പിസ്സ എന്നുള്ളൊരു ഐഡിയ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് എന്തായാലും മാമാണ്. അതെന്തായാലും കാരണം എന്താ വെച്ചാൽ നമ്മൾ പലരെയും ഞാൻ ഇൻ്റർവ്യൂ ആയിട്ടുണ്ട്. പക്ഷെ ഇത്ര വ്യത്യസ്തമായിട്ട് എടുത്തേക്കുന്ന മുഴുവൻ റിസ്ക്കാണ്. എല്ലാം ഈസി ആയിട്ടല്ല മാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മാം എന്നോട് 2 പ്രാവശ്യം പറഞ്ഞു ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ആ ഇരിക്കുന്നത് ഒരു ഈസി ആയിട്ട് വന്നിരിക്കുന്നതല്ല. ഒരുപാട് വഴി കൂടി ഗ്രാഫ് താന്നും പൊങ്ങിയൊക്കെ ഇരിക്കും ആ യാത്രയിൽ. അപ്പോൾ പല റിസ്ക് കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഐഡിയ ഒക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇതിന്, ഇങ്ങനത്തെ ഐഡിയക്കൊക്കെ? ഐഡിയ നമ്മുടെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമുക്ക് വരുന്നതാ കൈയും കാലും ഇട്ടടിക്കുമ്പോൾ കിട്ടുന്ന പിടിയോളികളാണ് ഈ ഓരോ ഐഡിയ. സത്യമായിട്ടും അങ്ങനെ വന്നതാണ്. എന്താന്ന് വെച്ചാൽ ഈ ഓവൻ ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ ഒരു ഓവനാണ്. അപ്പം ക്ലൗഡ് കിച്ചണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലൗഡ് കിച്ചണിൽ ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ ടാബൊക്കെ എടുത്ത് ഞാൻ കുലുക്കി നോക്കും. എന്താണെന്ന് വെച്ചാൽ അയ്യോ ഇനി ഓർഡർ വരാത്തതാണോ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ. എപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു സാധനമല്ലല്ലോ പിസ്സ എന്ന് പറയുന്നത്. ഇതിപ്പോൾ രാവിലെ നമ്മൾ ഓവൻ ഓൺ ചെയ്തിടും, ഉച്ചയാകുമ്പോൾ കുറച്ച് ഓർഡർ വരും, പിന്നെ വൈകുന്നേരം, പിന്നെ ഒരു പീക്ക് ടൈമാണ് ഈവനിങ് എന്ന് പറയുന്നത്. ആ സമയത്ത് കുറേ ഓർഡർ വരും. പക്ഷേ നമ്മുടെ ആളുകൾ കഴിക്കുന്ന ഒരു റെഗുലർ ഫുഡ് അല്ലല്ലോ ഇത്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ ഈ ഓവനെയും ഈ ടാബും നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എക്സ്പെൻസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു, ഓർഡറുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമല്ലോ എന്നുള്ളതിൻ്റെ പുറത്താണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നതാണ്. അല്ലാതെ ഞാനും കേട്ടിട്ടില്ല, ഞാൻ തുടങ്ങുന്ന സമയത്ത് ഫ്രോസൺ പിസ്സ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതൊന്നും ഞാനും കേട്ടിട്ടുള്ള കാര്യമായിരുന്നില്ല. അതെ, നമ്മളിങ്ങനെ ഇതേപോലെ ഓരോ ഐഡിയാസ് വേറെ നിവൃത്തിയില്ലാണ്ട് ഒരു ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഐഡിയ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പുറത്ത് നമുക്ക് ഈ ഓവൻ തന്നവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ ഐഡിയ വന്നത്. അതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. പിസ്സ ഉണ്ടാക്കാൻ പഠിച്ചത് അവിടെ നിന്ന്? അതും വേറെ കഥയാണ്. അത് ഈ ഓവൻ വന്നതിന് ശേഷമാണ് ഇതെല്ലാം പഠിക്കുന്നത്. കഥയിലെ നായകൻ എന്താന്ന് വെച്ചാൽ ഈ ഓവൻ ഒരു സാധാരണ പിസ്സ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഓവന് വേണ്ടിയിട്ട് ഓവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കി. മനസ്സിലായോ? അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, നമ്മൾ സാധാരണ എന്താ പറയാ, നമ്മളുടെ ഇപ്പം OTG ഓവൻ അതിലൊരു പിസ്സ ഉണ്ടാക്കുന്ന രീതിയാണല്ലോ. ഇത് വുഡ് ഫയർ ഓവൻ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാറ്റേണിലേക്ക് നമ്മളുടെ പിസ്സയെ നമ്മൾ മാറ്റിയെടുത്തു. പക്ഷെ അതാണ് ഒറിജിനൽ പിസ്സ. ഇത് പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് അവിടുന്ന് തന്നെ അവർ തന്നവർ തന്നെ പഠിപ്പിച്ചത്. ഈ ഒരു അളവിലേക്ക് പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ, പാലട പിസ്സയൊക്കെ നമ്മൾ പരീക്ഷിച്ച എനിക്ക് അതാ അറിയണ്ട, ഈ പാലട പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത്? അതൊരു ഓണത്തിന്റെ സമയത്ത് നമ്മൾ പിസ്സയിൽ വരുത്തിയ ഒരു ഇന്നോവേഷൻ ആണ് പാലട പിസ്സ. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇറക്കിയിട്ട് ആളുകൾ ഭയങ്കര സക്സസ് ആണ്. അത് ഭയങ്കര ടേസ്റ്റിയുമാണ്. ഡെസേർട്ട് പിസ്സ ഒരുപാട് രാജ്യങ്ങളിൽ ഡെസേർട്ട് പിസ്സ ഉണ്ട്. ചോക്ലേറ്റ്, സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിസ്സകളുണ്ടല്ലോ. അതിനെ നമ്മളുടെ ഒരു കേരളീയ ഒരു മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. അതിൽ നമ്മൾ പാലട എന്ന് പറയുന്ന നമ്മുടെ ട്രഡീഷണൽ അടയെ നമ്മൾ അതിന്റെ കൂടെ ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അടുത്ത ഓണം വരണ്ടേ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ? ഓണം വരണല്ലോ. ഇതുപോലെ വെറൈറ്റി ആയിട്ട് വേറെ എന്തൊക്കെയാ ചെയ്തേക്കുന്നത്? നമ്മളുടെ അവിടെ ഉള്ളതെല്ലാം വെറൈറ്റി പിസ്സസ് ആണ്. അത് പക്ഷേ ഫ്രോസണിലല്ല, ലൈവ് പിസ്സാസ് നമുക്ക് അവിടെ ഉണ്ടല്ലോ. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ എത്ര തരം പിസ്സ ഉണ്ട്? ഓൾമോസ്റ്റ് 20-25 നമ്പർ ഓഫ് പിസ്സാസ് ഉണ്ട്. വെജും നോൺ വെജും ആയിട്ട്. അതിനകത്ത് എന്താ പറയുക, നമ്മൾ പിസ്സ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഡീപ്പ് ഡിഷ് എന്ന് പറയുന്നത് അത് US-ലൊക്കെ മാത്രം കണ്ടുവരുന്ന പിസ്സയാണ്. അതായത് നമ്മളിവിടെ ചട്ടിപ്പത്തിരി പോലെയൊക്കെ ഭയങ്കര തിക്കായിട്ടുള്ള ബേസിൽ ചെയ്യുന്നത് അതുണ്ട്. ഡബിൾ ലെയേഴ്സ് ആയിട്ടുള്ള പിസ്സ ഉണ്ട്. പിന്നെ എന്താ പറയുക, കാൽസോൺ എന്ന് പറയുന്ന നമ്മൾ അട മാതിരി പൊതിഞ്ഞ്
കഴിക്കുന്ന പിസ്സ, ആ ടൈപ്പ് ഓഫ് പിസ്സ ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പിസ്സ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇത്രയും നമ്പറുള്ള പിസ്സ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും അല്ലേ? ഇത് പിസ്സയെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് നടത്താറുണ്ടോ? റിസർച്ച് നടത്തുന്നതും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് വേറെ എൻ്റെ മുന്നിൽ ഇപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ലല്ലോ. പിസ്സയെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ പിസ്സയുടെ എന്തൊക്കെ വേരിയൻ്റ് ഉണ്ട്, എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ് ഫ്രാഞ്ചൈസി, അവരെന്താ ചെയ്യുന്നത്, എവിടെയാണ് പുതിയ, എല്ലാം നമ്മളിങ്ങനെ. അമ്മിപ്പോട്ട് അല്ലാതെ പിന്നെ നമ്മുടെ ഒരു ബ്രാൻഡ് ഏതാ? ഉഡീസ് ബ്രൂക്ക് എന്ന് പറയുന്നത്. ഉഡീസ് ബ്രൂക്ക്, അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ? ഉഡീസ് ബ്രൂക്ക് ആണ് നമുക്ക് കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്. കൊച്ചിയിൽ അത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അത് റെഡി ടു ഈറ്റ് പിസ്സ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മളീ പറഞ്ഞില്ലേ പാലട, ട്വിസ്റ്റർ, ഇതെല്ലാം സെർവ് ചെയ്യുന്നത് ഉഡീസ് ബ്രൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. അത് ഇപ്പം നമുക്കിപ്പോൾ കൊച്ചിയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ചുറ്റിൽ ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ ഉള്ളവർക്ക് ഇത് ഡെലിവറി ചെയ്യും. മാം, നമുക്ക് ഇപ്പം ഏതൊരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു കാലാവധി ഉണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യം കേട്ടോ. ഇപ്പം എന്തൊരു ഭക്ഷണമാണെങ്കിലും, ഇപ്പോൾ ദോശയാണെങ്കിലും, നമ്മളെന്ത് ഇപ്പോൾ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സാധനം ഇത്ര ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. പിസ്സയുടെ ഒരു കാലയളവ് എത്ര നാൾ നമുക്ക്? അല്ല, ഫ്രോസൺ പിസ്സ നമ്മളിപ്പം കൊടുക്കുന്നത് 6 months ഷെൽഫ് ലൈഫാണ്. 6 months? അത് എല്ലാ ഫ്രോസൺ ഫുഡുകൾക്കും അത്രയും എന്താ പറയുക, ഒരു 6 to 1 year 2 years ഷെൽഫ് ലൈഫ് ഉള്ളതാണ്. അത് ബ്ലാസ്റ്റ് ഫ്രീസിങ് ടെക്നോളജിയാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പിസ്സ എന്ന് മാത്രമല്ല ശ്രീനാഥ്, പല ഫുഡുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാറില്ലേ, ഫ്രീസറിൽ ഇരിക്കുന്ന ഒരുപാട് ഫുഡുകളുണ്ട്. ഇപ്പോൾ നഗറ്റ്സ് ആണെങ്കിലും ചിക്കൻ സ്ട്രിപ്സ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇതെല്ലാം ലോങ് ഷെൽഫ് ലൈഫ് വരുന്നത്. അത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. അത് സേഫാണ്. ഫ്രീസറിൽ കീപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സേഫുമാണ്. ഇപ്പം ഈ ഒരു ടെക്നോളജി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. കണ്ടാമിനേഷൻ വരത്തേയില്ല. പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിനകത്ത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രോസൺ ഫുഡ് എപ്പോഴും സേഫാണ്. ഇപ്പം നമ്മുടെ ഔട്ട്ലെറ്റ് എവിടെയൊക്കെ വരുന്നത്? ഔട്ട്ലെറ്റുകളായിട്ട് നമുക്കില്ല. നമുക്ക് ഔട്ട്ലെറ്റ് ആയിട്ട് വന്നിട്ടില്ല ഇപ്പോഴും. ഔട്ട്ലെറ്റ് ആയിട്ടില്ല. നമ്മൾ B2B സെഗ്മെന്റിലാണ് കൂടുതൽ ബിസിനസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സാധാരണ കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കഫേസിനാണ് കൂടുതലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസി മോഡിലെ എല്ലാ B ടൈപ്പ് സിറ്റീസിലും നമ്മൾ വരും. അത് അമ്മിപ്പോട്ടിനുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും പുതിയ പുതിയ ഐഡിയാസും ഇതെല്ലാമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം മാം. കാരണം ഇത്രയും നല്ലൊരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നതിലും അത് വളരെ നല്ല രീതിയിൽ, ശരിക്കും ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്, വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദി ഞങ്ങൾ പറയുകയാണ്. പിന്നെ ഇനി ഒറ്റയടിക്കിൽ ചുരുക്കി പറയണേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ മാം പറഞ്ഞ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, ഫ്രോസൺ പിസ്സാസ് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഓവനില്ലെങ്കിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇപ്പോൾ നമുക്ക് വീട്ടിലൊരു വിരുന്നാരോ എന്താണെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ടൊരു പിസ്സ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിലൊരു 3 മിനിറ്റിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കഫേയൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ പിസ്സ എന്നുള്ളൊരു ബോർഡ് അവിടെ വെക്കാം. കാരണം അതിനൊരു ഷെഫിനെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതിനും മേഡമൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഏത് ടൈപ്പ് 27 തരമില്ല നമുക്ക്. അതിൽ 27 തരം പിസ്സ ഉണ്ട്. നമ്മളിപ്പം അതിൽ ഫ്രീസ് ചെയ്യുന്നത് ഒരു 6 ടൈപ്പ് മതി. അതവിടെ എത്തിച്ചേരും. മാത്രമല്ല ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഇവിടെ പാലട പിസ്സ ഇവിടെ എത്തും. അപ്പോൾ എന്തായാലും കൊള്ളാം മാം. ഇതേപോലത്തെ പുതിയ പുതിയ ഐഡിയാസൊക്കെ ആയിട്ട് ഇനിയും വരിക. ഇനി നമ്മൾ ഇതുപോലെ ഇരിക്കണം. ഇനി നമ്മളിപ്പോൾ എന്തായാലും നെക്സ്റ്റ് സ്കൈലിലേക്ക് കയറാൻ പോകുന്നു. വേൾഡ് വൈഡ് എന്തായാലും നമ്മുടെ ഈ സേവനം എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു സോ മച്ച്.